നമസ്തേ. നമ്മളെ നിയന്ത്രിക്കാനായിട്ട് ശ്രമിക്കുന്ന ആളുകൾ എങ്ങനെയാണ് അതിൽ വിജയിക്കുന്നത്? നമ്മളെ അവർ നിയന്ത്രിക്കുന്നത് നമുക്കിഷ്ടമല്ല. നമുക്ക് പലപ്പോഴും അവരിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അവർ നമ്മളെ നിയന്ത്രിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്നത് അവർ നമ്മുടെ ദൗർബല്യങ്ങളെ മനസ്സിലാക്കി എന്നുള്ളതാണ്. അതെ, നമ്മുടെ ദൗർബല്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെ നിയന്ത്രിക്കുന്നതായിട്ടുള്ള വ്യക്തികളെ എങ്ങനെ തിരിച്ചറിയാമെന്നുള്ളതാണ് ഈ ഒരു വീഡിയോയുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. എങ്ങനെയാണ് ഈ പ്രോസസ്സ് നടക്കുന്നത്? ആദ്യമായിട്ട് അവർ നമ്മളെ നിരീക്ഷിക്കുമെന്നുള്ളതാണ്. നമ്മൾ വിചാരിക്കും നമ്മളോടുള്ള താല്പര്യം കൊണ്ട് അല്ലെങ്കിൽ നമ്മളോടുള്ള ക്യൂരിയോസിറ്റി കൊണ്ടാണ് നമ്മളെ നിരീക്ഷിക്കുന്നത് എന്നുള്ളത്. പക്ഷേ യഥാർത്ഥത്തിൽ അത് ഇൻഫർമേഷൻ കൺട്രോൾ ചെയ്യാനുള്ള ആദ്യത്തെ പടിയാണ്. ആ പടിയിൽ ഇവർ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്താണ് നമ്മുടെ ഇൻസെക്യൂരിറ്റി, എന്താണ് നമ്മുടെ ഫിയർ, എന്താണ് നമ്മുടെ ഉള്ളിലുള്ള ഗിൽറ്റ്, എന്താണ് നമ്മുടെ അതർ വീക്ക്നെസ്, ഇതിനെ കൃത്യമായിട്ട് ഇവർ നിരീക്ഷിച്ചിട്ട് ഇവരത് മനസ്സിലാക്കിയെടുക്കുമെന്നുള്ളതാണ്. കാരണം ഇവർ എ കൈൻഡ് ഓഫ് ഡാർക്ക് മാനിപ്പുലേറ്റേഴ്സ് ആണ്. അവരറിഞ്ഞോ അറിയാതെയോ അവിടെ ഒരു ഡാർക്ക് സൈക്കോളജിയുടെ ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, ഈ പാറ്റേൺ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നമുക്ക് തീർച്ചയായിട്ടും പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞതുപോലെ നമുക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അവർ സിമ്പതി ഉപയോഗിച്ചിട്ടാണ് പ്രവേശിക്കുന്നത്. സിമ്പതി എന്ന് പറയുന്നത് എല്ലാ മനുഷ്യനും വീണു പോകുന്ന ഒരു കാര്യമാണ്, അല്ലെ? സിമ്പതിയേക്കാൾ വാല്യൂ ഉള്ള ഒരു കാര്യമാണ് എംപതി എന്ന് ഞാൻ പറയും. അത് തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, അല്ലെങ്കിൽ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നില്ല. ആദ്യമായിട്ട് വളരെ കെയറിംഗ് ആയിട്ടായിരിക്കും ഇവർ നമ്മുടെ അടുത്തേക്ക് വരുന്നത്. ഒരു കെയറിംഗ് ചേട്ടായി ആയി വന്നതിന് ശേഷം ഈ കെയറിംഗ് ചേട്ടായി എന്ത് ചെയ്യുകയാണ്? നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. അതാണ് ഇവരുടെ ആദ്യ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ആദ്യം നിരീക്ഷിക്കുന്നു, പിന്നീട് സിമ്പതി പോലുള്ള ഒരു ട്രാക്കിലൂടെ ഇവർ നമ്മുടെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു മനസ്സിലേക്ക്, പേഴ്സണാലിറ്റിയിലേക്ക്, നമ്മുടെ ബൗണ്ടറിയുടെ ഉള്ളിലേക്ക് നമ്മൾ പോലും അറിയാതെ നിരുപദ്രവകാരി എന്നുള്ള മുഖംമൂടി ഇട്ടുകൊണ്ട് പ്രവേശിക്കുകയാണ്. ബട്ട് ആ മുഖംമൂടി മാറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഡാർക്ക് മാനിപ്പുലേറ്റർ ഉണ്ട് എന്നുള്ളതാണ്. നീ ഇങ്ങനെ ചെയ്താൽ ഞാൻ വിഷമിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വിഷമമാകും. അവിടെ എന്താ സൃഷ്ടിക്കുന്നത്? ഗിൽറ്റ് അല്ലെങ്കിൽ കുറ്റബോധം സൃഷ്ടിക്കുകയാണ്. ഈ ഗിൽറ്റാണ് ഇവരുടെ റിമോട്ട് കൺട്രോൾ എന്ന് പറയുന്നത്. ഈ റിമോട്ട് കൺട്രോൾ വൺസ് നമ്മുടെ ഗിൽറ്റ് എന്താണ് എന്നുള്ളത് അവർ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, നീ ഇങ്ങനെ ചെയ്തുകൊണ്ട് എനിക്ക് വിഷമമാകുന്നു എന്നുള്ള രീതിയിൽ എപ്പോഴും ഈ ഗിൽറ്റാകുന്ന റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ചുകൊണ്ട് ഇവർ നമ്മളുടെ ജീവിതത്തിനെ നിയന്ത്രിച്ചു തുടങ്ങും എന്നുള്ളതാണ്. ആദ്യം ഒബ്സർവ് ചെയ്യുന്നു, പിന്നെ പതിയെ എൻ്റർ ചെയ്യുന്നു, ഇപ്പൊ അവർ ഇൻഫ്ലുവൻസ് ചെയ്തതിന് ശേഷം നിയന്ത്രിക്കാനായിട്ട് തുടങ്ങിയിരിക്കുന്നു. അടുത്തതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഇവര് മാനിപ്പുലേഷൻ ആരംഭിക്കുകയാണ്. ഒരു തവണ നമ്മളെ പ്രൈസ് ചെയ്യും, അടുത്ത തവണ നമ്മളെ ബ്ലെയിം ചെയ്യും. അതായത് ഒരു തവണ നമ്മളെ അഭിനന്ദിക്കുന്നു, അടുത്ത തവണ നമ്മളെ കുറ്റപ്പെടുത്തുന്നു. ഇത് വളരെ രണ്ട് ഓപ്പോസിറ്റ് രീതിയിലുള്ള കാര്യം ആയതുകൊണ്ട് തന്നെ ഇതിന് പാത്രമാകുന്ന വ്യക്തിക്ക് എന്ത് സംഭവിക്കും? കൺഫ്യൂഷൻ ഉണ്ടാകുന്നുള്ളതാണ്. കൺഫ്യൂഷൻ ഈസ് ഈക്വൽ ടു ഇമോഷണൽ ഡിപ്പെൻഡൻസി എന്നുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ട് ഒരാൾ, അല്ലെങ്കിൽ ഈ വ്യക്തി എന്നോട് ആദ്യം ഇങ്ങനെ പറഞ്ഞ ആളാണല്ലോ, എന്നിട്ട് ഇയാൾ ഇപ്പം ഇങ്ങനെ പറഞ്ഞല്ലോ, ഈ കൺഫ്യൂഷനും കൊണ്ട് നമ്മൾ അവരിലേക്ക് കണക്റ്റഡ് ആയിട്ട് നിൽക്കാനായിട്ട് ആഗ്രഹിക്കും. കാരണം മനുഷ്യന്റെ മനസ്സ് എപ്പോഴും ക്ലാരിറ്റി തേടിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. അടുത്തതായിട്ടുള്ള ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മുടെ കോൺഫിഡൻസ് തകർക്കുക എന്നുള്ളതാണ്. അത് നേരിട്ട് അങ്ങോട്ട് വന്ന് എന്തെങ്കിലും പറഞ്ഞിട്ട് തകർക്കുകയല്ല, വളരെ സബ്റ്റിലായിട്ടുള്ള, സൂക്ഷ്മമായിട്ടുള്ള രീതിയിൽ നമ്മുടെ കോൺഫിഡൻസ് തകർക്കാൻ പാകത്തിനുള്ള ചില ഡൗട്ടുകൾ, ചില ക്വസ്റ്റ്യൻസ്, ചില തോട്ട്സ് നമ്മളിലേക്ക് ഇട്ടുതരും എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഉള്ള ക്വസ്റ്റ്യൻസും തോട്ട്സും ഡൗട്ട്സും വരുന്ന സമയത്ത് പതിയെ നമ്മുടെ കോൺഫിഡൻസ് കുറയുകയും നമ്മൾ പോലും അറിയാതെ അവർ വിചാരിച്ച രീതിയിൽ നമ്മളായി മാറുകയും ചെയ്യും, അല്ലെങ്കിൽ അവർ നമ്മളെ കൃത്യമായിട്ട് ഉപയോഗിക്കും എന്നുള്ളതാണ്. നെക്സ്റ്റ് ഈസ് അബൌട്ട് നമ്മളെ കുറ്റപ്പെടുത്താനായിട്ട് തുടങ്ങുകയാണ്. നീ അതെല്ലാം അവനോട് പറഞ്ഞു, അല്ലെങ്കിൽ അവളോട് പറഞ്ഞു, അവനോട് സംസാരിക്കണ്ട, അല്ലെങ്കിൽ അവളോട് സംസാരിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ പതിയെ നിയന്ത്രിക്കാനായിട്ട് തുടങ്ങുമെന്നുള്ളതാണ്. അതൊരു തരത്തിലുള്ള ഐസൊലേഷനാണ്. ഇവർ നമ്മളെ ഐസൊലേറ്റ് ചെയ്യുമ്പം മറ്റുള്ള ആൾക്കാർ, ചിലപ്പോൾ നമ്മുടെ വെൽവിഷേഴ്സ് ആയിരിക്കും, അവർക്ക് നമ്മളെ മേലുള്ള ഇൻഫ്ലുവൻസ് കുറയും. ആർക്കും ഇൻഫ്ലുവൻസ് കൊടുക്കണം എന്നല്ല ഞാൻ പറയുന്നത്, എന്നിരുന്നാലും നമ്മുടെ ചിന്തകളെ സ്വാധീനിക്കും പല മനുഷ്യന്മാരും. അപ്പോൾ ആ ഒരു ഇൻഫ്ലുവൻസിനെ കുറച്ചിട്ട് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവരുടെ ഇൻഫ്ലുവൻസിനെ നമ്മളെ ഐസൊലേറ്റ് ചെയ്തതിന് ശേഷം കൃത്യമായിട്ട് നമ്മുടെ മേൽ പ്രയോഗിക്കാനായിട്ട് പറ്റും. അങ്ങനെ ഇവർക്ക് നമ്മളെ ഒരു പപ്പറ്റാക്കി മാറ്റാനായിട്ട് സാധിക്കുകയും ചെയ്യുമെന്നുള്ളതാണ്. അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഇതുകൊണ്ടൊക്കെ അവർ ഉദ്ദേശിക്കുന്നത് ടോട്ടലായിട്ടും നമ്മളെ അവർക്ക് ഡിപ്പെൻഡന്റ് ആക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ ഫുൾ നമ്മൾ അവരിലേക്ക് ഡിപ്പെൻഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമോഷണൽ ഡിപ്പെൻഡൻസി വരുന്നു. അതുപോലെ തന്നെ എന്ത് കാര്യത്തിനും പിന്നെ നമ്മൾ അവരുടെ അടുത്തേക്ക് പോകുന്ന രീതിയിൽ വരുമ്പോൾ ആരായി നമ്മളുടെ നിയന്ത്രണം? നമ്മുടെ നിയന്ത്രണം മുഴുവൻ ഈ പറയുന്ന മാനിപ്പുലേറ്റേഴ്സ് ഏറ്റെടുത്തു എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ഡിസിഷൻ പോലും അവർ നിയന്ത്രിക്കുന്നു. ഡിപ്പെൻഡൻസി ഈസ് ഈക്വൽ ടു ടോട്ടൽ മാനിപ്പുലേഷൻ എന്നുള്ള രീതിയിലേക്ക് വരുന്നു. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം?
നമ്മുടെ ദൗർബല്യങ്ങൾ തിരിച്ചറിയുക എന്നുള്ളതാണ് ഇവരിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. കാരണം തുടങ്ങിയത് എവിടെ നിന്നാണ്? നമ്മുടെ ദൗർബല്യത്തിൽ നിന്നാണ്, നമ്മുടെ ഗിൽറ്റിൽ നിന്നാണ്, നമ്മുടെ വീക്ക്നെസ്സിൽ നിന്നാണ്. അത് നമ്മളെക്കാൾ ഉപരിയായിട്ട് നിരീക്ഷണത്തിലൂടെ അവർ മനസ്സിലാക്കി, അല്ലെങ്കിൽ ഇൻട്രാക്ഷനിലൂടെയും കമ്മ്യൂണിക്കേഷനിലൂടെയും അവർ മനസ്സിലാക്കി. എന്നിട്ട് അവരെന്ത് ചെയ്തു? നമ്മളെ പൂർണ്ണമായിട്ടും കീഴ്പ്പെടുത്തി. അപ്പം നമ്മൾ നമ്മുടെ വീക്ക്നെസ്സുകളെ മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്കൊരിക്കലും വേറൊരാൾക്ക് കീഴ്പ്പെടുത്താനായിട്ട് നിന്നു കൊടുക്കേണ്ട അവസ്ഥ വരികയില്ല. നമുക്ക് തന്നെ നമ്മളെ കീഴ്പ്പെടുത്താമെന്നുള്ളതാണ്. നമുക്ക് മറ്റുള്ളവരെ കീഴ്പ്പെടുത്തേണ്ടതില്ല, നമ്മൾ നമ്മളെ തന്നെയാണ് കീഴ്പ്പെടുത്തേണ്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ മനസ്സിനെ കീഴ്പ്പെടുത്തിക്കൊണ്ട്, നമ്മുടെ മനസ്സിനെ നമ്മൾ കീഴ്പ്പെടുത്തിയിട്ടില്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെ നിയന്ത്രിക്കും എന്ന കാര്യം കൂടി ഒരിക്കൽ കൂടി ഓർമ്മിച്ചുകൊണ്ട് ഞാൻ തൽക്കാലത്തേക്ക് തുടരുവാൻ വേണ്ടിയിട്ട് നിർത്തുകയാണ്. നമസ്തേ.